പിന്നെ 2013 അവിടുത്തെ ബാലപ്രതിഭാ പുരസ്കാരമൊക്കെ കിട്ടിയിരുന്നു. എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എൻ്റെ പ്രിയപ്പെട്ട സാറാണ് ആരിഫ് സൈൻ സാറ്. അപ്പോൾ സാർ അന്ന് പുസ്തകത്തിൻ്റെ റിലീസിൻ്റെ ടൈമിൽ പറഞ്ഞു, അത് ഞാൻ ഇവിടെ എടുത്തു പറയാൻ, എനിക്കത് നമ്മൾ മറ്റെഴുത്തും ട്രാൻസ്ലേഷനും തമ്മിലൊരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ, സാധാരണ ഒരു എഴുതുന്ന ആൾ ഒരു കള്ളനെ പോലെയാണ്, അയാൾക്ക് ഏത് വഴിയിലൂടെ ഓടാൻ പറ്റും. പക്ഷെ ഒരു ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് പോലീസാണ്. അതായത് കള്ളൻ ഓടിയ വഴിയിലൂടെ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. അതായത് എഴുതിയ ആൾ ചിന്തിച്ച വഴിയിലൂടെ, അയാൾ ഇതിലേക്ക് ടൈപ്പ് ചെയ്ത ആ ഒരു കൾച്ചറിലൂടെ, അയാൾ സഞ്ചരിച്ച വഴിയിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് എഴുതാൻ പറ്റില്ല. എന്നാൽ ആശയം ചോർന്നു പോവാതെ നമ്മളിത് എഴുതി പിടിപ്പിക്കാൻ വേണം. അതിൽ ഒരു അധ്യാപകനെ ഒരു വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. വിദ്യാർത്ഥി തന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ മണ്ണ് ഹൈഫ പവിത്രമാവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അധ്യാപകൻ തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ ഏറ്റവും പവിത്രമായത് മനുഷ്യൻ്റെ രക്തമാണ്. അത് ഏറ്റവും കൂടുതൽ വീണിട്ടുള്ള മണ്ണ് നമ്മുടെ ഹൈഫയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫലസ്തീനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എത്രത്തോളം എന്നാൽ അദ്ദേഹം ഒരു കാർ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ഗോൾഡ മേയർ പറയുന്നുണ്ട്, ഗസ്സാൻ ഒരു ബൗദ്ധികനായ ഒരു സായുധ പോരാളിയായിരുന്നു. അതായത് അദ്ദേഹം പേന കൊണ്ടുണ്ടാക്കിയ ഒരു വിപ്ലവം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആയുധമേന്തിയിട്ടുള്ള മറ്റു പോരാളികളെക്കാൾ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു അപകടമായിട്ട് ഇസ്രായേലിന് നേരെ ഉയർന്നു വന്നതായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഹൈഫ എത്തുന്നതോട് കൂടിയിട്ട് അവർ രണ്ടാളുകളും അല്ലാണ്ട് നിശബ്ദതയിലാണ്ട് പോവുകയാണ്. ഈ നോവലിൻ്റെ പല ഭാഗങ്ങളിലും ആ ഒരു നിശബ്ദത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിശബ്ദത എന്നൊരു എലമെന്റ് വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു നോവലാണല്ലോ. 20 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ അവർ കാണുന്ന മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവർ ഉൾക്കൊണ്ടുകൊണ്ടും ഇത് എൻ്റെ തന്നെയാണ്, അല്ലെങ്കിൽ ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് എൻ്റെ മാതൃഭൂമി തന്നെയാണ്, അല്ലെങ്കിൽ വീടാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്, താമസക്കാർ മാറിയിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും ഇത് എൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ അതിൽ സഫി പറഞ്ഞിട്ടുണ്ട് മറിയമിനെ കുറിച്ച്, ഇത് അവരുടെ വീട് എന്ന പോലെയാണ് അവർ പെരുമാറുന്നത് എന്ന് പറയുന്നുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു പുസ്തകം എന്നുള്ളതിനപ്പുറം ഒരു കൾച്ചറാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് ചോർന്നു പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സ്ഥലങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ചിലതൊക്കെ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ അന്നത്തെ അതിൽ എഴുതി വെച്ച സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഒരു സങ്കടം തോന്നും. നമ്മളിപ്പോൾ ഇതിൽ ഫലസ്തീൻ എന്നുള്ളതിൽ നമ്മൾ ഇതിൽ വായിച്ച് ഇങ്ങനെ നമ്മൾ മനസ്സിലായത് ഫലസ്തീനാണ്. ഇപ്പോൾ അതിങ്ങനെ വരച്ചു നോക്കും, റോഡുകൾ ഇപ്പോൾ ഹലീസയിൽ നിന്ന് വരുന്നത് തുറമുഖത്തിൻ്റെത് ഈ ഭാഗത്ത് കൂടെയാണ് ഈ കാറ് വരുന്നത്, വരച്ചതൊക്കെ എപ്പോഴും ഉണ്ട് കയ്യിൽ. അപ്പോൾ അങ്ങനെ കാറ് വരുന്ന ദിശ, അത് മാറുന്ന ദിശ, പിന്നെ അത് മാനൽബാം ഗേറ്റിൻ്റെ ഏത് ഭാഗത്ത് കൂടെയാണ് വരുന്നത്, പിന്നെ ഇതിൽ ഏത് ഭാഗത്ത് കൂടെ പോയാലാണ് കടൽ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ടായിരുന്നു ഇത് ചെയ്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് യുവ എഴുത്തുകാരിയും ഗായികയും ഒക്കെ ആയിട്ടുള്ള റുബ ഹെനാൻ ഒദായിയാണ്. എഴുത്തുകാരി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് മേഖലകളിൽ എഴുത്തുകൊണ്ട് കൈ പതിപ്പിച്ചിട്ടുള്ള ആളാണ്. കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പാട്ടുകൾ എഴുതാറുണ്ട്, പാടാറുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. റുബ എഴുതിയ വീണ്ടും ഹൈഫയിലേക്ക്, ഇതൊരു വിവർത്തന പുസ്തകമാണ്. ഫലസ്തീനിയൻ എഴുത്തുകാരൻ ഗസ്സാൻ കൻഫാനിയുടെ ആഇദുൻ ഇലാ ഹൈഫ എന്ന നോവലിൻ്റെ മലയാള പരിഭാഷയാണ്. ആ പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം തന്നെ റുബ സ്വാഗതം. ഇപ്പോൾ പുതിയൊരു പുസ്തകം പുറത്തിറങ്ങി, ഒരുപാട് കാലങ്ങളായിട്ട് എഴുത്തിൻ്റെ വഴിയിലുള്ളതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ളൊരു തുടക്കം എന്ന് പറയാൻ സാധിക്കുന്നത്? അതായത് എഴുത്തിലേക്ക് വരുവാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ അതൊരു ശീലമാണോ, അല്ലെങ്കിൽ ഇതിനൊരു സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? എൻ്റെ എഴുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 4th നിന്നാണ്, 10ാമത്തെ വയസ്സിൽ. കവിതയായിട്ടാണ് സ്റ്റാർട്ടിങ്. അന്ന് ഞാൻ ഗവൺമെൻറ് പൂജപ്പുര UP സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ വന്നൊരു എഴുത്തുകാരന് ഒരു കവിയുടെ കുറച്ച് നേരത്തെ ഒരു സംസാരം, അതാണ് ഉള്ളിലേക്ക് ഒരു എഴുത്ത്, ഒരിഷ്ടം ഇട്ട് തന്നത്. പിന്നെ അതങ്ങനെ കവിത എഴുതി തുടങ്ങി. അന്ന് പിന്നെ 2013 അവിടുത്തെ ബാലപ്രതിഭാ പുരസ്കാരമൊക്കെ കിട്ടിയിരുന്നു, തിരുവനന്തപുരം ജില്ലേൻ്റെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അങ്ങനെ എഴുത്തൊന്നുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഥയിലേക്ക് വരുന്നത് 15ാമത്തെ വയസ്സിൽ 9th പഠിക്കണ സമയത്താണ്. വെറുതെ എൻ്റെ കൂടെയുള്ള കുട്ടികൾ എഴുതുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കഥാരചനൻ്റെ മത്സരത്തിന് വെറുതെ ഒരു ദിവസം പോയി. പിന്നെ റിസൾട്ട് വന്ന സമയത്ത് ഞാനായിരുന്നു എൻ്റെ പേരയിൽ കേട്ടപ്പോൾ ഏറ്റവും ഷോക്കായ ആൾ. എഴുതിയ കഥ പോലും ഓർമ്മയില്ല. അങ്ങനെ ഒരു ഇതിലാണ് പിന്നെ കഥയിലേക്ക് വരുന്നത്. പിന്നെ അന്ന് അബ്ദുക്കുട്ടി മാഷാണ് ആ കഥ വായിച്ചതും പിന്നീട് എഴുത്തിലേക്ക് വരാൻ ഇതാക്കുന്നതും, പിന്നെ എഴുത്തുകൾ എഡിറ്റ് ചെയ്ത് തന്നതും പ്രസിദ്ധീകരിക്കാൻ കൂടുന്നതൊക്കെ. ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് 4ാം ക്ലാസ്സിൽ നിന്ന് അന്ന് എഴുതിയൊരു കവിത പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നെ വരുന്നതൊക്കെ കോവിഡ് ടൈമിൽ 10th ഒക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇപ്പോഴാണ്, ഇപ്പോൾ 20ാമത്തെ വയസ്സിലാണ്
ഈ ട്രാൻസ്ലേഷൻ എന്നുള്ള ഇതിലേക്ക് വരുന്നത്. ഇത് ഈ പുസ്തകത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതൊരു വിവർത്തന പുസ്തകമാണല്ലോ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വിവർത്തന സാഹിത്യത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ ഒന്ന് നോക്കുമ്പോൾ ആദ്യമായിട്ട് മറ്റൊരു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു നോവല് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ശ്രമകരമായിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയി നാലപ്പാട്ട് നാരായണ മേനോനാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് മലയാളത്തിലേക്ക്. അപ്പോൾ നോവലിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ നമുക്കത് ഒന്ന് സൂചിപ്പിക്കാവുന്നതാണ്. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് മറ്റ് പല ഭാഷകളിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റ് ഭാഷകളാവട്ടെ അല്ലെങ്കിൽ മറ്റ് പുറം ഭാഷകളാവട്ടെ എല്ലാ ഭാഷകളിൽ നിന്നും മലയാളത്തിലേക്ക് ഒരുപാട് പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കവിതകളുണ്ട്, നോവലുകളുണ്ട്, ചെറുകഥകളുണ്ട്, ലേഖനങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഇപ്പോൾ ഫലസ്തീനെ കുറിച്ച് തന്നെ നമ്മൾ പറയുമ്പോൾ ഈ അടുത്ത് ടൈം മാഗസിന് പ്രസിദ്ധീകരിച്ച 100 കവിതകൾ, അതായത് ഈ അടുത്ത കാലത്ത് ഈ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് വായിക്കപ്പെട്ട 100 കവിതകളുണ്ട്. ആ 100 കവിതകളിൽ 75ഓളം അല്ലെങ്കിൽ 70-ലധികം കവിതകളും ഫലസ്തീനിൽ നിന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഫലസ്തീൻ കവിതകളും കഥകളും നോവലുകളൊക്കെ പല ഭാഷകളിലായിട്ട് വായിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ വിവർത്തന സാഹിത്യത്തിലേക്ക് വരുമ്പോൾ പല ആളുകളും പറയുന്നത് ഒരു പുസ്തകം വിവർത്തനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അപ്പം അതിനെക്കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലായിരുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ. ട്രാൻസ്ലേഷൻ പൊതുവേ ലിറ്റററി ട്രാൻസ്ലേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റു ട്രാൻസ്ലേഷനുകൾക്ക് നമുക്ക് ഇപ്പോഴത്തെ ഒരു വേൾഡിലെ ടെക്നോളജി എന്തൊക്കെ ഇത്ര വളർന്നതിൽ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ലിറ്റററി ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം അത് നമ്മൾ വേർഡ് ടു വേർഡ് ചെയ്യണം. പിന്നെ ഒരു വേർഡ് ടു വേർഡ് ആകുമ്പോൾ അതിനൊരു ലിറ്റററി ട്രാൻസ്ലേഷൻ്റെ ഭംഗി കിട്ടില്ല വിവർത്തനത്തിൻ്റെ. അപ്പോൾ നമ്മൾ സാഹിത്യ വിവർത്തനമാകുമ്പോൾ ആദ്യം അങ്ങനെ ഒന്ന് ചെയ്ത് പിന്നെ അത് ഒരു സാഹിത്യ ഭംഗിയാക്കി പിന്നെ അത് നമ്മളേതായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് മാറ്റി അതിനെ ഒരു പുസ്തകമാക്കുമ്പോൾ അത് ഒരുപാട് സമയമെടുക്കും. ഒരുപാട് ക്ഷമ വേണ്ട ഒരു പ്രോസസ്സാണ്. നല്ല പേഷ്യൻസ് ഉള്ള ഒരാൾക്ക് നല്ലൊരു വർക്ക് അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് ഒരുപാട് എഡിറ്റിങ്സ് നമ്മൾ ഇരിക്കണം. പിന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഒരു പാരഗ്രാഫ് നമ്മൾ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. പിന്നെ അതേപോലെ നമുക്ക് ഇത് ചെയ്യുമ്പം ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ആദ്യമൊക്കെ ഒരു ദിവസം മുഴുവൻ ഇരുന്നാലാണ് ഒരു ഹാഫ് പേജെങ്കിലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതാവുള്ളൂ. കാരണം അതിൻ്റെ ട്രാക്കിൽ നമ്മൾ കയറാത്തതും പിന്നെ ഓരോ പുസ്തകത്തിനും ഓരോ റൈറ്റർക്കും ഓരോ ശൈലിയായിരിക്കും. അപ്പം എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സാറാണ് ആരിഫ് സൈൻ സാറ്. അപ്പോൾ സാർ അന്ന് പുസ്തകത്തിൻ്റെ റിലീസിങ്ങിൻ്റെ ടൈമിൽ പറഞ്ഞു, അത് ഞാൻ ഇവിടെ എടുത്ത് പറയാൻ, എനിക്കത് നമ്മൾ മറ്റേ എഴുത്തും ട്രാൻസ്ലേഷനും നമ്മളൊരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ, സാധാരണ ഒരു എഴുതുന്ന ആള് ഒരു കള്ളനെ പോലെയാണ്. അയാൾക്ക് ഏത് വഴിയിലൂടെയും ഓടാൻ പറ്റും. പക്ഷെ ഒരു ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് പോലീസാണ്. അതായത് കള്ളൻ ഓടിയ വഴിയിലൂടെ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. അതായത് എഴുതിയ ആള് ചിന്തിച്ച വഴിയിലൂടെ അയാൾ ഇതിലേക്ക് ടൈപ്പ് ചെയ്ത ആ ഒരു കൾച്ചറിലൂടെ അയാൾ സഞ്ചരിച്ച വഴിയിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് എഴുതാൻ പറ്റില്ല. എന്നാൽ ആശയം ചോർന്നു പോവാതെ നമ്മളിത് എഴുതി പിടിപ്പിക്കാൻ വേണം. അതിലൂടെ നമ്മളൊരു ശൈലി നമ്മൾ ആഡ് ചെയ്യാൻ വേണം. അപ്പം അത്യാവശ്യം നല്ല പണിയാണ്. മറ്റ് വർക്കുകൾ ഒക്കെ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ലിറ്റററി ട്രാൻസ്ലേഷനിലേക്ക് വന്നപ്പം അപ്പോഴാണ് ട്രാൻസ്ലേഷൻ ഇത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലായത്. പിന്നെ നമ്മൾ ചെയ്തതിനുള്ള ക്വാളിറ്റി വേണമെങ്കിൽ നമ്മൾ അങ്ങനെ പേഷ്യൻസോട് കൂടി അത്രയും ടൈം എടുത്ത് തന്നെ ചെയ്യണം. ഇപ്പം ഇത് മൊഴിമാറ്റം ചെയ്യുന്ന സമയത്ത് എത്ര ഒരു ടൈം എടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ? ഇത് നമ്മൾ ഫുള്ളായിട്ടൊക്കെ ഇരുന്നത് ഒരു അവസാനത്തെ ഒരു 3 മാസമൊക്കെ ആണെങ്കിലും മൊത്തത്തിലൊരു 6 മാസം അത്രയും ഇരുന്നിട്ടുണ്ട്. ഗസാൻ കൻഫാനിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഫലസ്തീനിൽ നിന്ന് 1948 ആ ഒരു അധിനിവേശത്തെ തുടർന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം അവർ സിറിയയിലേക്ക് അവിടെ താമസമാക്കുന്നു. അദ്ദേഹം ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലെ കുട്ടികൾക്ക് പാഠങ്ങൾ എടുത്തു കൊടുക്കുന്ന അധ്യാപകനായി മാറുന്നു. പിന്നീട് അദ്ദേഹം ആ കുട്ടികളെ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന നിലയിൽ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയും അതിനുവേണ്ടി കഥ എഴുതുകയും ചെയ്യുന്നു. പിന്നീട് നോവലുകൾ എഴുതുന്നു, ഒരുപാട് മറ്റ് ലേഖനങ്ങൾ എഴുതുന്നു. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വളർച്ച ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം എന്നാൽ അദ്ദേഹം ഒരു കാർ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ഗോൾഡ മേയർ പറയുന്നുണ്ട്, ഗസാൻ ഒരു 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 ബൗദ്ധികനായ ഒരു സായുധ പോരാളിയായിരുന്നു. അതായത്
അദ്ദേഹം ആ, അദ്ദേഹം അദ്ദേഹം പേന കൊണ്ടുണ്ടാക്കിയ ആ ഒരു വിപ്ലവം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആയുധമേന്തിയിട്ടുള്ള മറ്റു പോരാളികളെക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു അപകടമായിട്ട് ഇസ്രായേലിന് നേരെ ഉയർന്നു വന്നതായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മാത്രമല്ല, നമ്മൾ ഏതൊരു ഫലസ്തീൻ എഴുത്തുകാരെ എടുത്തു കഴിഞ്ഞാലും ഈ രീതിയിൽ തന്നെയാണ് അവർ വളർന്നു വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ എനിക്കടുത്ത് പരിചയമുള്ള ആല ഖത്രാവി എന്ന് പേരുള്ള ഒരു ഫലസ്തീൻ എഴുത്തുകാരുണ്ട്. അപ്പോൾ അവരാണെങ്കിലും ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും അവരുടെ മരണപ്പെട്ടു പോയവരുമായിട്ടുള്ള ഫലസ്തീൻ എഴുത്തുകാരെല്ലാം ഈ രീതിയിൽ ലോകമെമ്പാടും അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഈ പുസ്തകത്തിലേക്കും ഇദ്ദേഹത്തിലേക്കും എത്തിയിട്ടുള്ളത്? അല്ലെങ്കിൽ ആദ്യമായി ഇത്തരത്തിലൊരു പരിഭാഷയിലേക്ക് വരുന്ന സമയത്ത് ഇത് തിരഞ്ഞെടുക്കുവാനൊരു കാരണം ഉണ്ടാവുമല്ലോ, അത് എന്തായിരുന്നു? ഇത് ഫലസ്തീൻ വിഷയം തിരഞ്ഞെടുക്കണതും പിന്നെ ഈ പുസ്തകം ചെയ്യണമെന്നും ഒരിക്കലും ഒരു ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുമല്ലൊന്നല്ല. അത് ഒരു റിസർച്ച് പേപ്പറിൻ്റെ ഭാഗമായിട്ട് വായിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നു, എമീൽ ഹബീബിയുടെ ദ സീക്രട്ട് ലൈഫ് ഓഫ് സയ്യിദ് ദി പെസോപ്റ്റിമിസ്റ്റ് എന്ന് പറയും. അതിന് ഇംഗ്ലീഷായിരുന്നു ഞാൻ വായിച്ചത്, അതിൻ്റെ അറബി ആയിരുന്നു എഴുതിയിരുന്നത്, ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചിരുന്നത്. അപ്പോൾ അതിൽ ഒരു അധ്യാപകനെ ഒരു വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കണ ഒരു കാര്യമുണ്ട്. വിദ്യാർത്ഥി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ മണ്ണ് ഹൈഫ പവിത്രമാവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അധ്യാപകൻ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ ഏറ്റവും പവിത്രമായത് മനുഷ്യൻ്റെ രക്തമാണ്, അത് ഏറ്റവും കൂടുതൽ വീണിട്ടുള്ള മണ്ണ് നമ്മുടെ ഹൈഫയാണ് അല്ലെങ്കിൽ നമ്മുടെ ഫലസ്തീനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു കോട്ടിംഗ് ആണ് യഥാർത്ഥത്തിൽ ഒരു ഇത് മലയാളികളിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം. ഇങ്ങനത്തെ ബുക്സൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് അറബി പഠിച്ചിട്ട് പോലും നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് മലയാളികളിലേക്ക് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഈ ഫലസ്തീൻ്റെ ഇങ്ങനെയുള്ള ഒരു വേദനാജനകം നമ്മൾ കാണുന്നതിലും അപ്പുറം അവരെഴുതിയത് അവർ ജീവിച്ചതാണല്ലോ. അപ്പോൾ അത് എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഒരു ട്രാൻസ്ലേഷൻ വർക്കിനെ കുറിച്ച് ആലോചിക്കുന്നത്. ആ പുസ്തകം അത് കുറച്ച് ചെയ്ത് അത് സാഹചര്യങ്ങളിൽ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ആ സമയത്ത് തന്നെ പിന്നെയും ഫലസ്തീന് എന്തെങ്കിലും ഒരു ഇത് എന്നുള്ളൊരിതിലാണ് കുറേ പുസ്തകങ്ങൾ വായിക്കണതും. ഇതിൽ എഴുത്തുകാരനെ സ്വാധീനിച്ചത് അയാളുടെ ലൈഫും ഈ പുസ്തകവും തമ്മിൽ, ഈ പുസ്തകത്തിലെ കഥയും തമ്മിൽ ഭയങ്കര ഒരു ബന്ധം നമുക്ക് കാണാൻ പറ്റും. ഇത് അയാളുടെ തന്നെ ജീവിതമാണോ എന്ന് നമുക്ക് തോന്നും വായിക്കണ സമയത്ത്. അപ്പോൾ അത്രയും ഒരു ബന്ധം തോന്നിയതും പിന്നെ അതേപോലെ ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും പിന്നെ ഇതിലിപ്പോൾ ജൂതന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളെ പോലും നമുക്കൊരു ക്രൂരന്മാരായിട്ടൊന്നും കാണാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ ആരെയും ഇതാക്കാതെ എന്നാൽ ഫലസ്തീൻ്റെ ആ ഒരു പലായനത്തിൻ്റെ ഇപ്പം സാധാരണ പുസ്തകങ്ങളിൽ ഉണ്ടാവും, ഇപ്പോൾ ഇവരെ നന്നാക്കുമ്പോൾ മറ്റുള്ളവരെ ഇകഴ്ത്തിയിട്ട് അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിദ്വേഷ കാര്യങ്ങളൊന്നും നമ്മൾ പ്രചരിപ്പിക്കണമില്ല, എന്നാൽ പലായനത്തിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വശം കാണാനും പറ്റും. അങ്ങനെയാണ് ഈ ഒരു പുസ്തകത്തിലേക്ക് വരുന്നത്. നമ്മൾ നോവലിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അതിൽ ഒരു യാത്ര കൊണ്ടാണ് നോവൽ ആരംഭിക്കുന്നത്. അവർ റാമല്ലയിൽ നിന്ന് ഹൈഫയിലേക്ക് അവർ പ്രധാന കഥാപാത്രങ്ങളെന്ന് പറയാവുന്ന സഈദും അതുപോലെ തന്നെ സൊഫിയയും, ഇവർ രണ്ടാളുകളും അവിടുന്ന് അവർ ജീവിച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് മടങ്ങി പോവുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം, ചെറുപ്പം മുതൽ കേട്ട് പരിചയിച്ച കടലിൻ്റെ ഇരമ്പൽ. ആ ഇരമ്പൽ ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കരിങ്കൽ ഭിത്തി തകർന്ന് ഒന്നിനു മേൽ ഒന്നായിട്ട് കല്ലുകൾ ഇങ്ങനെ വീഴുന്നത് പോലെ, അല്ലെങ്കിൽ അത്രത്തോളം ആ ഓർമ്മകളെ കണക്ട് ചെയ്യുന്നൊരു അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നൊരു വിധം ഉണ്ടല്ലോ. അതായത് ചെറുപ്പം മുതൽ കേട്ട് പരിചയിച്ച ആ ഒരു കടലിൻ്റെ ശബ്ദം, അത് അവർ ചെറുപ്പത്തിൽ അവിടെ ജീവിക്കുന്ന സമയത്ത്, കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ അവർ വളരെ കൗതുകത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയൊക്കെ കണ്ടിരുന്ന ആ ഒരു കടൽ, പിന്നീട് അവർ തിരിച്ചു വരുന്ന സമയത്ത് ആ കടലിൻ്റെ ഇരമ്പൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭീകരതയാണ്. നമ്മൾ ഈ നൊസ്റ്റാൾജി എന്നൊക്കെ പറയാറുണ്ടല്ലോ, അപ്പോൾ അറബിയിൽ നമ്മൾ ഹനീൻ എന്നൊക്കെ പറയും. അപ്പോൾ അതിന് പലപ്പോഴും അതിനൊരു പരിഭാഷപ്പെടുത്തുന്ന ഒരു ഹനീൻ്റെ പരിഭാഷയായിട്ട് നൊസ്റ്റാൾജി എന്നൊക്കെ പറയാറുണ്ട്. ശരിക്ക് അത് നൊസ്റ്റാൾജി ആണോ? അല്ലെങ്കിൽ നൊസ്റ്റാൾജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗൃഹാതുരത്വം എന്ന് പറയുന്നത് നമുക്കൊരു എപ്പോഴും നല്ല ഓർമ്മകളായിട്ട്, നമുക്ക് മധുരിക്കുന്ന ഓർമ്മകളായിട്ടുള്ളത് ആയിരിക്കുമല്ലോ കൂടുതലും. അപ്പോൾ ഈ ഒരു ഓർമ്മകളുടെ ഒരു സംഘടന ഉണ്ടല്ലോ, അതായത് ഒരിക്കൽ എല്ലാമായിരുന്നത് പിന്നീട് ഒരിക്കൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടും കേട്ടിരുന്ന ആ കടലിൻ്റെ ഇരമ്പൽ പിന്നീട് മടങ്ങി വരുന്ന സമയത്ത് അവർക്കത് വേദന ഉണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരു ഇതായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ അവർ ഫസ്റ്റ് നമ്മളിപ്പം ജീവിക്കുന്ന ഇത് നമ്മൾ
എന്തൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മളത് ഉപേക്ഷിച്ച് പോയി പിന്നെ അത് വരുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള നമുക്ക് ഓർമ്മകളിലേക്ക് ഒരു തിരിച്ചു വരവ് എന്നൊക്കെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ചെറിയ ചെറിയ നുറുങ്ങ് കാര്യങ്ങൾ പോലും അവിടെ എത്തുമ്പോൾ അത് ഓർമ്മ ഇത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട്, അവർ അന്ന് സന്തോഷിച്ചിരുന്നത്. പക്ഷെ ഇതെല്ലാം അവർക്ക് ഒറ്റയടിക്ക് തിരിച്ചു വരാണ്. ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ട്, കടലിൻ്റെ ഇരമ്പല്, മറ്റേ അവർ ഒരുപാട് ആ കയറി പോകുന്ന സ്ഥലത്തൊക്കെ ചെമ്പുപൂട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവർക്ക് അവരുടെ ആ ഓർമ്മകളുടെ ആ ഭാരം, ആ 20 വർഷത്തിനപ്പുറമുള്ള ആ സന്തോഷമുള്ള ഓർമ്മകളെല്ലാം അവർക്ക് തിരിച്ച് സങ്കടമായിട്ടാണ് കിട്ടുന്നത്. അപ്പം ഫലസ്തീനികളെ ശരിക്കും അവർ അത്രയും ക്ഷമയുടെ അവിടെയൊക്കെ ഇയാള് സായിദ് ഭയങ്കര സംയമനം പാലിച്ചാണ് നിൽക്കുന്നത്. സൊഫിയെ കരയുന്ന സമയത്ത് പോലും ആശ്വസിപ്പിക്കുന്നത് സായിദാണ്. പക്ഷെ എന്നാലും സായിദിന്റെ ഓർമ്മകളുടെ ഭാരം കൊണ്ട് സ്റ്റിയറിങ്, അയാളുടെ കാറിന്റെ നിയന്ത്രണം പോലും നഷ്ടപ്പെടുന്ന രീതി, അതൊക്കെ ഉണ്ട്. അപ്പം അവിടെ അവർക്ക് ശരിക്കും നൊസ്റ്റാൾജി, ഹനീൻ കറക്റ്റാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ നൊസ്റ്റാൾജി നമ്മൾ ഗൃഹാതുരത്വം എന്ന് പറയുമ്പോൾ അവർക്ക് മധുരമുള്ള ഓർമ്മകളൊന്നും അല്ല ശരിക്കും. പിന്നെ അവര് വീട്ടിൽ വരുന്ന ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഇപ്പം സായിദ് പറയുന്ന ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഒരിക്കല് എൻ്റെത് മാത്രമാണ് അല്ലെങ്കിൽ എൻ്റെ പവിത്രമാണ്, വേറെ ആരും തൊടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങൾ 20 വർഷങ്ങൾക്ക് ശേഷം അവരെ വീട്ടിൽ കയറി പോകുമ്പോൾ ആ ചുമരിലൊക്കെ ഇങ്ങനെ കാണുന്ന ഓരോ സാധനങ്ങളിൽ അത് ആരുടേതോ ആയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എൻ്റെതാണെന്നുള്ളൊരു ബോധം അവർക്ക് അപ്പോഴും ഉണ്ട്. ആ വീടാണെങ്കിലും പിന്നെ നാടാണെങ്കിലും. ഇപ്പം ഹൈഫ എന്നെ തിരിച്ചറിയുന്നില്ല എന്ന് പറയുമ്പോഴും ഞാൻ ഹൈഫയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഹൈഫ എപ്പോഴും എൻ്റെതാണെന്നുള്ളൊരു ഫീലിംഗ് അതവർക്ക് നന്നായിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് നൊസ്റ്റാൾജി, ഒരു ഗൃഹാതുരത്വം, മധുരമുള്ള ഓർമ്മകളല്ലെങ്കിലും അവർ ആ വേദനയിലും ഒരു മധുരം കണ്ടെത്തുന്നുണ്ട് അവരുടേതാണ് എന്നുള്ള. അതെ അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അവർ റാമല്ലയിൽ നിന്ന് പുറപ്പെട്ട് ഹൈഫ എത്തുന്നത് വരെയുള്ളൊരു യാത്ര ഉണ്ടല്ലോ. അപ്പോൾ ആ യാത്രയുടെ ഇടയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, യുദ്ധത്തെക്കുറിച്ചും വെടിനിർത്തലിനെക്കുറിച്ചും, അതുപോലെ തന്നെ അവിടെയുള്ള ഫർണിച്ചറുകളും മറ്റും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സൈനികരെക്കുറിച്ചും എല്ലാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈഫ എത്തുന്നതോട് കൂടിയിട്ട് അവർ രണ്ടാളുകളും വല്ലാണ്ട് നിശബ്ദതയിലാണ്ട് പോവുകയാണ്. ഈ നോവലിൻ്റെ പല ഭാഗങ്ങളിലും ആ ഒരു നിശബ്ദത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിശബ്ദത എന്നൊരു എലമെൻറ്റ് വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു നോവലാണല്ലോ ഇത്. അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? നിശബ്ദത ചില സമയത്ത് അതിഭയാനകമാണ്. ഇതില് ഭയാനകത, ആ ഒരു ഭീകരത സൂചിപ്പിക്കുന്ന പല സ്ഥലങ്ങളിലും നിശബ്ദത ഉണ്ട്. അതേസമയം വേദനയുടെ അവസാന വാക്കായിട്ട് ഇതിൽ നിശബ്ദതയെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതുപോലെ അവർ 20 വർഷത്തോളം ഖൽദൂൻ എന്ന പേര് അതൊരു മൗനമായിട്ട് അവർ സ്വീകരിക്കുന്നുണ്ട്. ആ പേര് പറയാതെ ഇനി അത്യാവശ്യ ഘട്ടങ്ങൾ പോലും അവൻ എന്ന് പറഞ്ഞ് അവിടെയും അവർ മൗനം പാലിക്കുന്നുണ്ടെങ്കിലും അത്രയും അതിനെക്കുറിച്ച് സംസാരിക്കാതെ അതും ഒരു നിശബ്ദതയാണ്. പക്ഷെ എങ്കിലും അവർക്കുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു ബന്ധം അവർക്ക് നഷ്ടപ്പെടുന്നേ ഇല്ല. അപ്പം ഒരു ബന്ധങ്ങളുടെ തീവ്രതയായിട്ടും ഇതിൽ നിശബ്ദത വരുന്നുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ വേദനയുടെ അവസാന വാക്കും പിന്നെ വേദനയെ കടിച്ചമർത്താനുള്ളൊരു വഴിയും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിശബ്ദതയായിട്ട് വരുന്നുണ്ട്. നിശബ്ദത പല സ്ഥലത്തും, മിറിയമിൻ്റെ നിശബ്ദതയാണെങ്കിലും ഖൽദൂൻ്റെ നിശബ്ദതയാണെങ്കിലും സൊഫിയയുടെയും സായിദിൻ്റെയും എല്ലാവരുടേതും ഒരു നിശബ്ദത പല സ്ഥലങ്ങളിലും ഇതിൽ വരുന്നുണ്ട്. അതിൽ ചിലതിൽ അവരുടെ ഓർമ്മകളുടെ ഭാരം കൊണ്ടാണ്, ചിലത് അവർക്ക് കരഞ്ഞ് കരഞ്ഞ് തളരുന്ന സന്ദർഭങ്ങളിലാണ്. ഇപ്പം സായിദ് അവർക്ക് തിരിച്ചു പോവാൻ ഒരു വഴിയും ഇല്ലാന്ന് മനസ്സിലായി അബോധാവസ്ഥയിലേക്ക് ചാഞ്ഞ് അവിടെയും നിശബ്ദത അവർ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പല തലങ്ങളിലും ഇതിൽ നിശബ്ദത വരുന്നുണ്ട്. പിന്നൊരു കാര്യമുള്ളത്, അതിലൊരു വരിയാണ്, കണ്ണുനീർ തീർത്ത യവനികയ്ക്ക് മുന്നിലെ പാത നഷ്ടമായ അയാൾ പ്രിയതമയോട് ആയിട്ട് പറയുന്നുണ്ട് സഫിയ. ഇത് തന്നെയാണ് ഹൈഫ. ഈ ഹൈഫയെ ഇവളെ എനിക്കറിയാം, പക്ഷേ ഇപ്പോൾ ഇവൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ട, ഒരുപാട് കാലം അവിടെ താമസിച്ച, നമ്മുടെ എല്ലാമായിരുന്നൊരു സ്ഥലം, ആ സ്ഥലത്തേക്ക് മടങ്ങിയെത്തുന്ന സമയത്ത് അവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവർക്കത് മനസ്സിലാക്കാൻ ഇതിന് വളരെ കൃത്യമായിട്ട് ആ ഹൈഫയെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹൈഫ അയാൾ ഭാര്യയോട് അല്ലെങ്കിൽ ഒരു കാമുകിയോട് സംസാരിക്കുന്നത് പോലെ ഇവൾ എന്ന് ആ രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. എന്നിട്ടും പറയുന്നുണ്ട്, പക്ഷെ ഇവൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നാട്
അവർ വല്ലാത്ത രീതിയിലൊരു അപരിചിതമായി അവരോട് പെരുമാറുന്നത് പോലെയുള്ളൊരു തോന്നലിലേക്ക് എത്തുന്നുണ്ടല്ലോ. അപ്പോൾ വല്ലാത്തൊരു അപരിചിതത്വമാണല്ലോ ഈ നോവലിൻ്റെ പല ഭാഗങ്ങളിലും പരാമർശിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ചൊന്ന് ഇതിൽ 20 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ അവർ കാണുന്ന മാറ്റങ്ങൾ, അവരൊരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവർ ഉൾക്കൊണ്ടുകൊണ്ടും ഇതെൻ്റെ തന്നെയാണ്, അല്ലെങ്കിൽ ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് എൻ്റെ മാതൃഭൂമി തന്നെയാണ്, അല്ലെങ്കിൽ വീടാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്, താമസക്കാർ മാറിയിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും ഇത് എൻ്റെ വീട് തന്നെയാണ്. അപ്പം അതിൽ സഫിയ പറയുന്നുണ്ട് മിറിയമിനെ കുറിച്ച്, ഇത് അവരുടെ വീട് എന്ന പോലെയാണ് അവർ പെരുമാറുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ എന്താണ്, അവര് ഗവൺമെന്റിൽ നിന്നും മറ്റേ ആളുകൾ ആ വീട് എടുത്തിട്ടുണ്ട്, ഇവരെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോഴും 20 വർഷം കഴിഞ്ഞിട്ടും ഇത് നമ്മളെ വീട് തന്നെയാണ്, ഉപരി വേറെ വന്നതാണ്. അപ്പം അവിടെ എത്ര അത് നഷ്ടപ്പെട്ടിട്ടും തൻ്റേതാണ് എന്നുള്ളൊരു ഫീലിലാണ് ഇതിലെ കഥാപാത്രങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത്. ഇപ്പം ഇനി ഹൽദൂൻ ആണെങ്കിലും, ഹൽദൂൻ അവരെ തിരിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ അപ്പോഴും അത് അവരുടെ മോൻ തന്നെയാണ്. ആ ഒരു ഇതിൽ തന്നെ ഇപ്പം 5 മാസം അവർ നോക്കി, അതിന് ശേഷം നഷ്ടപ്പെട്ട 20 വർഷം മറ്റ് മാതാപിതാക്കളുടെ കൂടെ കഴിഞ്ഞിട്ടും അവരെ തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് അവരെപ്പോഴും നിൽക്കുന്നത്. അപ്പം സായിദ് പറഞ്ഞു കൊടുക്കുമ്പോഴും സഫി പറയുന്നുണ്ട്, സ്വന്തം യഥാർത്ഥ മാതാപിതാക്കളുടെ രക്തവും മാംസവും അവന് അതിലേക്ക് തിരിച്ചു വരൂലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരത്രയും അപരിചിതത്വം ഉണ്ടെങ്കിൽ പോലും അവരതിനെ ഉൾക്കൊണ്ട് എൻ്റേതാണ് എന്നുള്ള ഇതാണ് അവർക്ക് കൂടുതലുള്ളത് അപരിചിതത്വത്തെക്കാൾ. പക്ഷെ ആ നാടിനെ സംബന്ധിച്ചിടത്തോളം നാട് ഒരുപാട് മാറി, അവിടുത്തെ ആളുകൾ മാറി, അവിടെ മാറ്റങ്ങൾ വന്നു. 20 വർഷം എന്ന് പറഞ്ഞാൽ അവിടെ ഓരോ തലത്തിലും മാറ്റങ്ങൾ വരുമല്ലോ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അയാൾക്ക് അങ്ങനെ തോന്നുന്നത്, എന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ള കാര്യം. സഫിയയുടെ വേദന എന്ന് പറയുന്നത്, അത് ഈ നോവലിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു വേദന എന്ന് പറയുന്നത് സഫിയയുടെ ഒരു വേദനയാണ്. അതായത് ഒരു കുട്ടിയെ നഷ്ടപ്പെടുന്ന, അവൻ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്ന് പോലും അറിയാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു മാതാവ്. അതിനെ എഴുതിയിട്ടുള്ളത്, കഴിച്ച ഓരോ ഉരുള ഭക്ഷണത്തിലും ജീവിച്ച ഓരോ കുടിലിലും അവൾ തൻ്റെ മക്കളെയോ അയാളെയോ അവളെ തന്നെയോ നോക്കിയ ഓരോ നോട്ടത്തിലും ആ ഒരു വേദന ഉണ്ടായിരുന്നു. ആ വേദന അവരുടെ എല്ലാ അംശങ്ങളിലും എല്ലാ ചലനങ്ങളിലും ആ ഒരു വേദന ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സഫി എന്നൊരു കഥാപാത്രം ഈ നോവലിൻ്റെ മറ്റെല്ലാവരെക്കാളും കൂടുതലുള്ളൊരു നട്ടൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ വേദനയെ പേറുന്ന ഒരാൾ എന്ന നിലയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സഫിയെക്കുറിച്ച് എന്താണ്? ഇതിൽ ഏറ്റവും വേദന സഫിയക്കാണെങ്കിലും അത് അത്രത്തോളം ഇതിനുണ്ട്. കാരണം സഫിയൻ്റെത് അത്രയും ഡെപ്തിൽ കൊടുക്കാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, അവൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോഴും ആ കുട്ടി നഷ്ടപ്പെടാനുള്ള കാരണക്കാരി ഞാനാണ് എന്നുള്ളത്. കാരണം അവൾ യുദ്ധത്തിൻ്റെ സമയത്ത് തൊട്ടിൽ കുട്ടിയെ ഉറക്കിയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടും ഭർത്താവ് വരാൻ വൈകുന്നത് കാണുമ്പോൾ തിരഞ്ഞിറങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ തിരഞ്ഞിറങ്ങും. അപ്പോൾ അങ്ങനെ ഇറങ്ങിയത് പിന്നെ ഇങ്ങനെ റോട്ടിലേക്ക് പോയി, പിന്നെ ആ ഒഴുക്കിൽ പെട്ട് പിന്നെ അങ്ങോട്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ അവിടെ ആ കുട്ടിയെ നഷ്ടപ്പെടാൻ ഞാൻ അത് എടുത്ത് കൊണ്ടുപോരാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തോട്ട് കൂടെ ഉള്ളത് കൊണ്ടാണ് അവളുടെ വേദന അത്രയും ഡെപ്തിലാവണത്. പിന്നെ മാതാവാണ്, അതിൻ്റെ ഒരു ഇതുണ്ടാവും. പിന്നെ അതുപോലെ 5 മാസം പ്രായമായ കുട്ടിയാണ്. പിന്നെ ആ കുട്ടിക്ക് എന്തായി, പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയൂല, അതിൻ്റെ ഒരു ഇതും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ആദ്യത്തെ പകുതിയിൽ നമുക്ക് ഏറ്റവും ഡെപ്തിൽ സഫിയാണ് വേദനിക്കുന്നത് എന്ന് മനസ്സിലാവും. പക്ഷെ ബാക്കി പകുതിയിൽ സായിദാണ്. കാരണം അവിടെ എത്തിയതിന് ശേഷം സംഭവിക്കുന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ലാംഗ്വേജ് ഇവർക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ സായിദിന് മനസ്സിലാവുന്നുണ്ട്. ഈ മിറിയം സംസാരിക്കുന്നതും മകൻ വന്നിട്ട് ഹൽദൂൻ സംസാരിക്കുന്നതും സഫിയക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവരെ സംസാരിക്കുന്ന അതിലാണ് ഹൽദൂൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മറുപക്ഷത്താണ്, എന്ത് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. പിന്നെ അതേപോലെ 5 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ ഇട്ടു പോവാൻ സ്വന്തം മാതാപിതാക്കൾക്ക് കഴിയുമോ, അല്ലെങ്കിൽ 20 വർഷം സ്വന്തം കുട്ടിയല്ലാതെ മറ്റുള്ളവർക്ക് നോക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നതും ഇവിടെ മനസ്സിലാവുന്നത് സായിദിനാണ്. സഫിയക്ക് ഇതൊന്നും ചോദിച്ച കാര്യങ്ങളൊന്നും അറിയുന്നില്ല. വന്നു തൻ്റെ കുട്ടിയല്ല എന്ന് തിരിച്ചറിയുന്നു എന്നതിനപ്പുറം സഫിയ അവിടെ വേദനിക്കണില്ല. പക്ഷേ ഇതൊക്കെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സായിദ് അത് ക്ഷമിച്ച് സംയമനം പാലിച്ച് ഇതിനെല്ലാം ഫേസ് ചെയ്ത് നിന്നിട്ടും സഫിയയോട് തൻ്റെ പ്രിയതമയോട് ഒന്നുമില്ല പ്രിയേ എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇതിനങ്ങോട്ടുള്ള പിന്നത്തെ പകുതിയിൽ ഏറ്റവും ഡെപ്തിൽ വേദന അനുഭവിക്കുന്നത് സായിദാണ്.
പിന്നെ അതേപോലെ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് തിരിച്ചു വരാൻ. അങ്ങനെ പോയതാണെങ്കിലും ആ 20 വർഷം അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് തിരിച്ച് ഹൈഫയിലേക്ക് വരാൻ, പക്ഷെ അതൊന്നും പറ്റുന്നില്ല. പിന്നെ അവിടെ അവർ ഖാലിദ് എന്ന മകനും ഖാലിദ എന്ന മകളും പേരിടുമ്പോഴും ഈ ഖൽദൂൻ എന്ന പേര് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അയാൾ റീസൺ പറയുന്നുണ്ട്, എന്നെങ്കിലും കാലം തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കണ്ടെത്തും എന്ന് ഞങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വേദനയുടെ പുറത്ത് തന്നെയാണല്ലോ. പക്ഷെ എന്നിട്ട് ലാസ്റ്റ് അവനോട് തന്നെ പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ നിന്നെ കണ്ടെത്തിയിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ അനുഭവിക്കുന്നത് സയ്യിദാണ്. അപ്പോൾ ഡെപ്ത് നമ്മൾ പറയുമ്പം രണ്ടുപേരതും അത്യാവശ്യം നല്ല ഡെപ്തിൽ വേദന അനുഭവിച്ച ആളുകളാണ്. അതിൽ സൊഫിയർദ് ഒരു മാതൃത്വം എന്നുള്ളതിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ആദ്യത്തെ ഭാഗത്ത് കാണാൻ പറ്റും. പിന്നെ മറ്റ് ഇതിൽ ഫേസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് സയ്യിദാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 20 വർഷത്തിന് ശേഷമാണ് അവർ വീണ്ടും ഹൈഫയിലേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ 20 വർഷം എന്നുള്ളൊരു കാലഘട്ടം ഉണ്ടല്ലോ. ഇപ്പോൾ വർഷങ്ങളിങ്ങനെ കടന്നു പോകുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് പല രീതിയിലുള്ള പല സാഹിത്യകാരന്മാർ പല രീതിയിൽ അതിനെ വിശേഷിപ്പിച്ച് കാണാൻ കഴിയും. ഇപ്പോൾ നളിനി എന്നുള്ളൊരു കവിതയിൽ കുമാരനാശാന് 5 വർഷം ഇങ്ങനെ കടന്നുപോയി എന്ന് പറയുന്നത്, അതിൽ പിന്നെ 5 വട്ടം ഇഹ പൂത്ത് കാനനം എന്നാണ്. കാനനം 5 തവണ പൂത്തു. അപ്പോൾ അത് പൂത്തു എന്ന് പറയുന്ന സമയത്ത് ആ കാട്ടിലുണ്ടായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അതിൽ വരുന്നുണ്ട്. വെറുതെ 5 കൊല്ലം അങ്ങനെ കടന്നു പോയി എന്നുള്ളതല്ല. നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് പോലെ എത്ര കാലമായി എന്ന് പറയാറുള്ളത് പോലെ അല്ല. അത് അതിലൊരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. 5 വട്ടം കാട് പൂത്തു, ആ കാട്ടിലുണ്ടായിട്ടുള്ള സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ ആ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളുടെ അവസ്ഥകളും എല്ലാം മാറി മറിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഇങ്ങനെ നീണ്ടുപോകുന്നു. 20 വർഷം എന്ന് പറയുകയാണെങ്കിൽ പോലും അവർ 20 വർഷത്തിന് ശേഷമാണ് അങ്ങോട്ട് തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നോവൽ എന്ത് ചെയ്യണം, ആരംഭിക്കുകയാണ്. പക്ഷേ ചില പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഈ കാലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു എഴുത്തിനനുസരിച്ച് ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടാതെ പോകും. എന്നാൽ ഈ നോവലിൽ വളരെ കൃത്യമായിട്ട് ആ കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ആ ഒരു ചേർച്ചയുണ്ടല്ലോ, അത് വളരെ മനോഹരമായിട്ട് ഇതിൽ അടയാളപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പ്രധാനമായിട്ടും ചില ആളുകൾ ഈ വിവർത്തനം ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ അതിനെ മറിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ സ്ഥലങ്ങളായാലും സാഹചര്യങ്ങളായാലും എല്ലാം. പക്ഷേ ഇതിൻ്റെ ഒരു മൊഴിമാറ്റത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് സ്ഥലങ്ങളൊക്കെ അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹലീസ, വാദി റുഷ്മിയ, അതുപോലെ തന്നെ വാദി നിസ്നാസ്, മാൻഡബാങ് ഗേറ്റ്, അതുപോലെ യാഫ, അക്ക, ഈ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ ഈ സ്ഥലങ്ങളെ അതുപോലെ തന്നെയാണല്ലോ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ വേറെ പ്രത്യേകം പഠനങ്ങൾ നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ആ സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫലസ്തീനിലുള്ള പല സ്ഥലങ്ങൾ നമുക്കിപ്പോൾ പാട്ടുകളിലൂടെയും കവിതകളിലൂടെയൊക്കെ കേട്ട് പരിചയമുണ്ട്. അതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും വായനകൾ നടത്തിയിരുന്നു? ഇതിലുള്ള ഓരോ സ്ഥലങ്ങളും മാപ്പ് വെച്ചും പിന്നെ അതേപോലെ ആ സ്ഥലങ്ങളുടെ ഒരു പൈതൃകം അതൊക്കെ അന്വേഷിച്ചിരുന്നു. കാരണം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ഒരു പുസ്തകം എന്നുള്ളതിൻ്റെ അപ്പുറം ഒരു കൾച്ചറാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് ചോർന്നു പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സ്ഥലങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ചിലതൊക്കെ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ അന്നത്തെ അതിൽ എഴുതി വെച്ച സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഒരു സങ്കടം തോന്നും. നമ്മളിപ്പോൾ ഇതിൽ ഫലസ്തീൻ എന്നുള്ളതിൽ നമ്മളിതിൽ വായിച്ച് ഇങ്ങനെ നമ്മളെ മനസ്സിലത് ഫലസ്തീനാണ് ഇപ്പോൾ. പക്ഷെ അത് നമ്മൾ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ ഇസ്രായേലിൻ്റെ കയ്യിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ ഈ കാറ് പോകുന്ന ദിശകൾ മനസ്സിലാവും. കാരണം ഇവർ റാമലിയിൽ നിന്നും ഹൈഫയിലേക്ക് വരികയാണ്. ഹൈഫയിൽ നിന്ന് ഓരോ റോഡുകൾ പറയുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് ഈ വശത്തേക്ക് തിരിഞ്ഞു, ആ വശത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ ഏത് പ്രദേശമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതലും മാപ്പ് നോക്കിയിരുന്നത്. കാരണം അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ പോയിട്ടില്ലെങ്കിൽ അത് മൊത്തത്തിൽ മാറും. ഫലസ്തീൻ ഇത് അറിയുന്ന ഒരാൾ ഇത് വായിക്കുമ്പോൾ അവർക്കൊരിക്കലും അതിനെക്കുറിച്ചൊന്നും തോന്നാൻ പാടില്ലല്ലോ. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ദിശ നമ്മളും കൊടുക്കണമല്ലോ.
അപ്പോൾ അതൊക്കെ കുറേയൊക്കെ വരച്ചൊക്കെ നോക്കിയിട്ടാണ് റോഡുകൾ ഇത് പോകുന്ന കുറേയൊക്കെ മാപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഏകദേശം ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ഭാവനയിൽ ഇങ്ങനെ കാണുമല്ലോ, അതിങ്ങനെ വരച്ച് നോക്കും. റോഡുകൾ ഇപ്പോൾ ഹലീസയിൽ നിന്ന് വരുന്നത് തുറമുഖത്തിൻ്റെത് ഈ ഭാഗത്ത് കൂടെയാണ് ഈ കാറ് വരുന്നത്, വരച്ചതൊക്കെ എപ്പോഴും ഉണ്ട് കയ്യിൽ. അപ്പോൾ എന്താ അങ്ങനെ കാറ് വരുന്ന ദിശ, അത് മാറുന്ന ദിശ, പിന്നെ അത് മാൻഡൽബാം ഗേറ്റിൻ്റെ ഏത് ഭാഗത്ത് കൂടെയാണ് വരുന്നത്, പിന്നെ ഇതിലേത് ഭാഗത്ത് കൂടെ പോയാലാണ് കടൽ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ടായിരുന്നു ഇത് ചെയ്തത്. പിന്നെ പേര് മാറ്റാതിരുന്നത് വാദി നിസ്നാസ് എന്നൊക്കെ, അപ്പോൾ നിസ്നാസ് താഴ്വര എന്നൊക്കെ കൊടുക്കുമ്പോൾ അത് അതിൻ്റെ ഒരു ഇത് ചോർന്നു പോകും. പിന്നെ അതേപോലെ ഇതിൽ ചില പേരുകൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കിയപ്പോൾ ഇതിനേക്കാൾ ഭംഗിയുള്ള പേരൊക്കെ തോന്നിയിരുന്നു. പക്ഷെ അത് നമ്മൾ കൊടുക്കാത്തത്, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആ ഒരു കൾച്ചറാണ്, ഫലസ്തീൻ എടുത്തത്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും അതിനെ ചോർന്നു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അതേപോലെ നിലനിർത്തിയതാണ്.